നമസ്കാരം, ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. വീട്ടിലെ വാട്ടർ ടാങ്കിൽ കുടുങ്ങിയ ആളെ നാട്ടിക ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. അന്തിക്കാട് പെണ്ണാട്ട് വീട്ടിൽ ദാമോദരനാണ് വീട്ടിലെ കുടിവെള്ള ടാങ്കിൽ കുടുങ്ങിയത്. അന്തിക്കാട് പേരാൻ മാർക്കറ്റിന് സമീപം പേരാത്ത രാമചന്ദ്രന്റെ വീട്ടിൽ ബുധനാഴ്ച രാവിലെ കുടിവെള്ള ടാങ്ക് വൃത്തിയാക്കാനാണ് അദ്ദേഹം ഇറങ്ങിയത്. വൃത്തിയാക്കിയതിനു ശേഷം പുറത്തിറങ്ങാൻ ശ്രമിച്ച് പറ്റാതായപ്പോൾ നാട്ടിക അഗ്നിരക്ഷാസേനയെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് അഗ്നിരക്ഷാസേനാംഗങ്ങൾ എത്തി ഇയാളെ പുറത്തെടുത്തു. സ്റ്റേഷൻ ഓഫീസർ ശരത്, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. $50 ലക്ഷം രൂപയോളം ചിലവഴിച്ച് നിർമ്മിച്ച കണ്ടശാങ്കടവ് KSEBയുടെ തൃക്കുന്നത്ത് ശിവക്ഷേത്രത്തിന് സമീപമുള്ള ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ പ്രവർത്തന സജ്ജമാക്കുക, ആധുനിക രീതിയിലുള്ള ചാർജിംഗ് സംവിധാനം കൊണ്ടുവരിക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രണ്ടാം ഘട്ട പ്രതിഷേധ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷനായി. DCC സെക്രട്ടറിമാരായ KK ബാബു, VG അശോകൻ, KB ജയറാം, റോബിൻ വടക്കേത്തല, KK പ്രകാശൻ, ജനപ്രതിനിധികളായ PT ജോൺസൺ, ബീന സേവ്യർ, പുഷ്പ വിശ്വംഭരൻ, ടോണി അത്താണിക്കൽ, മണ്ഡലം ഭാരവാഹികളായ ജോസഫ് പള്ളിക്കുന്ന്, CN പ്രഭാകരൻ, സ്റ്റീഫൻ നീലങ്കാവിൽ, VV ജോൺസൺ, R പീതാംബരൻ എന്നിവർ സംസാരിച്ചു. അനധികൃതമായുള്ള നിർമ്മാണ പ്രവർത്തനമായാലും എല്ലാ രംഗത്തും അനധികൃതമായി നടക്കുന്ന തെറ്റുകൾക്കെതിരെ നിരന്തരമായ സമരപരിപാടികൾ മണലൂരിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ നടന്നു വരുന്നത് ഒക്കെ കാണാൻ കഴിയുന്നതാണ്. നിരന്തരമായ സമരം, അതിലൂടെ നിരന്തരമായ കാര്യങ്ങൾ നേടിയെടുക്കാനും സാധിച്ചിട്ടുണ്ട്. ഇന്ന് ചിലപ്പോൾ ഇത് ശബ്ദം ശ്രമിക്കുന്ന നാട്ടുകാർക്ക് ഇത് വലിയ പ്രഹസനമായി വേണമെന്ന് തോന്നിയേക്കാം. പക്ഷേ പുതിയ കാലഘട്ടത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ വർധനവ് വ്യാപകമായി വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ അതിന് ആവശ്യമായ ചാർജിംഗ് സ്റ്റേഷൻ എന്നത് രാജ്യത്ത് മുഴുവൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് സംസ്ഥാന ഗവൺമെന്റിന് കീഴിലുള്ള കേരള ഇലക്ട്രിസിറ്റി ബോർഡ് ഇത്തരത്തിലുള്ള ചാർജിംഗ് സ്റ്റേഷൻ മണലൂർ നിയോജക മണ്ഡലത്തിൽ ഈ കണ്ടശാങ്കടാവ് ഈ തൃക്കുന്നത്ത് ക്ഷേത്ര പരിസരത്ത് ആരംഭിച്ചത്. നേരത്തെ അധ്യക്ഷ പ്രസംഗം സൂചിപ്പിച്ചതുപോലെ 50 ലക്ഷത്തോളം രൂപ ചെലവ് ചെയ്ത് 50 രൂപയുടെ ഉപയോഗമില്ലാത്തൊരു സ്ഥാപനമായി മാറുമ്പോൾ അത് പൊതുജനം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ഭരണാധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഇത്തരത്തിലുള്ള സമര പരിപാടിക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രൂപം നൽകിയത്. കേരളത്തിന്റെ ആഭ്യന്തരം കൊള്ളക്കാരിൽ ഏൽപ്പിച്ച് കേരളത്തെ കൊല്ലാക്കൊല ചെയ്ത് കൊള്ളയടിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി തൃപ്പറയാറിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കൊച്ചു കേരളത്തെ കൊച്ചൂടും പിടിക്കുന്ന പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരെ അതിശക്തമായ സമര പോരാട്ടങ്ങളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും സമരമുഖത്താണ്. ഒരു നാണവും മാനവുമില്ലാത്ത മുഖ്യമന്ത്രി എന്താരോപണം കേട്ടാലും എന്ത് ആക്ഷേപമുയർന്നാലും അതെല്ലാം തനിക്ക് പൊന്തുവലായി കൊണ്ടു നടക്കുന്ന മുഖ്യമന്ത്രി, ഈ മുഖ്യമന്ത്രിയെ കേരളം പാഠം പഠിപ്പിക്കുന്ന കാലം അതിവിദൂരമല്ല എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. പിണറായി വിജയന്റെ രാജിക്കായുള്ള സമരമാണ് ഇന്ന് കോൺഗ്രസ് നടത്തുന്നത്. ആ രാജി വെപ്പിച്ച് ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ. ആ സമരത്തിന് നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളുടെ പരിപൂർണമായ പിന്തുണയും പ്രോത്സാഹനവും ഉണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ മുഖ്യമന്ത്രിക്കും ഭരണകൂടത്തിനുമെതിരെ കേരളത്തിലെ ഭരണകക്ഷി MLA-മാരിൽ നിന്ന് ഉയർന്നുവരുന്ന ആക്ഷേപങ്ങളുടെ നിജസ്ഥിതി പുറത്തുവരുമ്പോൾ പിണറായി വിജയന് കേരളം മാപ്പ് കൊടുക്കുകയില്ലെന്നും അനിൽ പുളിക്കൽ പറഞ്ഞു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ് അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി VR വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് P വിനു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ TV ഷൈൻ, PK നന്ദനൻ, CS മണികണ്ഠൻ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ PC ജയബാലൻ, ബാബു പനക്കൽ, പഞ്ചായത്ത് മെമ്പർമാരായ ബിന്ദു പ്രദീപ്, KR ദാസൻ, റീന പത്മനാഭൻ, രഹന ബിനീഷ്, PM സുബ്രഹ്മണ്യൻ, KV സുകുമാരൻ എന്നിവർ സംസാരിച്ചു. RSS കേരള പോലീസ് അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെ കേരളത്തെ ഒറ്റിക്കൊടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി നാട്ടിക മണ്ഡലം പ്രതിഷേധ പ്രകടനം നടത്തി. തൃപ്പറയാറിൽ നടന്ന പ്രതിഷേധ യോഗം ജില്ലാ സെക്രട്ടറി സരസ്വതി വലപ്പാട് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി നസീഹ് തളിക്കുളം അധ്യക്ഷനായി. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന പ്രതിഷേധ പരിപാടികൾക്ക് മണ്ഡലം നേതാക്കൾ നേതൃത്വം നൽകി. മണ്ഡലം വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ തളിക്കുളം, ട്രഷറർ റംല റഹ്മാൻ, മുർഷിദ് കരുവന്നൂർ എന്നിവർ സംസാരിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട് അധികാരത്തിലെത്തിയ ഒരു നിയുക്ത MLA അദ്ദേഹത്തിൻ്റെ മനസ്സ് തുറന്ന് പുറത്തു വന്ന ചില
കാര്യങ്ങളാണ് ഇന്ന് നാടൊട്ടുക്കും കേരളമൊട്ടാകെ കത്തിജ്വലിച്ചു നിൽക്കുന്നത്. ഒരു സാധാരണ കാര്യമായിട്ടല്ല ഈ ഒരു സംഭവം പുറത്തു വന്നിരിക്കുന്നത്. അതിൽ നാം വിശ്വസിക്കുന്ന, നമുക്ക് സുരക്ഷയൊരുക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ നാടിനെ സുരക്ഷയൊരുക്കുന്ന, നമുക്ക് സമാധാനമുണ്ടാക്കുന്ന ഒരു സംവിധാനം ഒരുക്കേണ്ട നിയമപാലകരാണ് അതിന് പുറകിൽ പ്രവർത്തിക്കുന്നത് എന്ന കാര്യത്തിൽ വളരെയധികം ഖേദം തോന്നുന്നു. ദിശ അന്തിക്കാട് മേഖലാ കമ്മിറ്റിയുടെ പഞ്ചമി വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ സമർപ്പിച്ചു. ദളിത് ആദിവാസി ഇൻഡിപെൻഡന്റ് സോഷ്യൽ അസംബ്ലി സംസ്ഥാന പ്രസിഡന്റ് എം.എ. ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. പട്ടികവിഭാഗം വിദ്യാർത്ഥികളുടെ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ കുടിശ്ശിക തീർത്ത് ഓണത്തിന് മുൻപ് കൊടുത്തു തീർക്കുവാൻ കേരള സർക്കാർ തയ്യാറാകണമെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പിൻവലിച്ചതോടെ ദളിത് വിഭാഗം ഉദ്യോഗാർത്ഥികളുടെ തൊഴിലവസരങ്ങൾ ഇല്ലാതായെന്നും അത് പരിഹരിക്കുവാൻ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പദ്ധതി പുനഃസ്ഥാപിക്കുന്നതിന് നിയമനിർമ്മാണം നടത്തേണ്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്തിക്കാട് UAE ഹാളിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ ദിശ അന്തിക്കാട് മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് രാമചന്ദ്രൻ പൂക്കാട്ട് അധ്യക്ഷനായി. അഡ്വക്കേറ്റ് സന്ധ്യ ഉല്ലാസ്, AR രഞ്ജിത് കുമാർ, ഡോക്ടർ കാർത്തിക, സുരേഷ് വലപ്പാട്, പ്രസാദ് അന്തിക്കാട്, റിനീഷ് വലപ്പാട്, മണി കോട്ടപ്പടി, പ്രകാശൻ അറയ്ക്കൽ, SK അന്തിക്കാട്, സുമതി KA, മനോജ് ഏങ്ങണ്ടിയൂർ, ഷാജു കണക്കന്ത്ര, ശിവദാസ് താണിയത്ത്, രതീഷ് പടിയത്ത് എന്നിവർ സംസാരിച്ചു. അന്തിക്കാട്ടെ ആദ്യകാല നാടക കലാകാരിയായിരുന്ന ഡോക്ടർ കാർത്തികയ്ക്ക് സർഗപ്രതിഭ പുരസ്കാരം നൽകി ആദരിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച ഡോക്ടർ സാന്ദ്രാഞ്ജലി, MSc കമ്പ്യൂട്ടർ സയൻസിൽ 9ാം റാങ്ക് നേടിയ അക്ഷയ KU, SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ അനർഘ PB, അശ്വതി MR, ലക്ഷ്മിപ്രിയ MS, വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളായ തിലകൻ അന്തിക്കാട്, നാടൻപാട്ട് കലാകാരനായ പ്രതാപൻ അന്തിക്കാട്, നൃത്തകലാകാരി RLV ആതിര, ചിത്രകലാകാരി അഭിഷ KS, നിയമവിദ്യാർത്ഥികൾക്കായി അഖിലേന്ത്യാ തലത്തിൽ നടന്ന മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ നീതു അനിൽ, അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷക തൊഴിലാളിയായി തെരഞ്ഞെടുത്ത മണികണ്ഠൻ കളങ്കോളി തുടങ്ങിയവരെ അനുമോദിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.